ആദ്യ ഭാര്യ ഭർത്താവും കുഞ്ഞുമായി സുധിച്ചേട്ടനെ കാണാൻ വന്നു. അവർ ആത്മഹത്യ ചെയ്യുവാൻ കാരണം അതായിരിക്കാം, രേണുസുതി പറയുന്നു. അന്തരിച്ച ഭർത്താവ് നടൻ കൊല്ലം സുധിയെക്കുറിച്ച് രേണുസുതി എപ്പോഴും സംസാരിക്കാറുണ്ട്. ജീവിതത്തിൽ പല ഘട്ടങ്ങളിൽ കൊല്ലം സുധിയും രേണുസുതിയും കണ്ടിട്ടുണ്ട്. കൊല്ലം സുധിയുടെ കരിയറിലെ ഉയർച്ചയിൽ ഏറ്റവും സന്തോഷിച്ചയാളാണ് രേണുസുതി. ആദ്യ ഭാര്യയുമായി അകന്ന ശേഷമാണ് കൊല്ലം സുധിയുടെ ജീവിതത്തിലേക്ക് രേണു കടന്നു വരുന്നത്. ആ ബന്ധത്തിലെ മകനെ സ്വന്തം മകനായി സ്വീകരിക്കുവാൻ രേണുസുതി തയ്യാറായി. കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ പിന്നീട് ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഇതേക്കുറിച്ച് തുറന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ രേണുസുതി. സുധിച്ചേട്ടൻ മരിക്കുന്നതിന് 2 വർഷം മുൻപേയാണ് അവർ മരിച്ചത്. ആത്മഹത്യ ചെയ്യുകയായിരുന്നു. വേറെ ഭർത്താവും മകനുമുണ്ട്. വേറൊരു കുടുംബമായി അവിടെ വെച്ചായിരുന്നു മരണം. സുധിച്ചേട്ടനുമായി പരിചയപ്പെടുമ്പോൾ ഭാര്യയെക്കുറിച്ച് ചോദിച്ചിരുന്നു. എന്നെയും മകനെയും ഉപേക്ഷിച്ച് അവൾ പോയെന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് അതെന്ന് തോന്നിയെങ്കിലും ഞാനത് ചോദിച്ചില്ല. എനിക്കത് ചോദിക്കുവാൻ നാവ് പൊങ്ങിയില്ല. സുധിച്ചേട്ടനും മകനും എൻ്റെ ആയല്ലോ എന്ന ബോധം എനിക്കുണ്ടായി. ഭാര്യ ഉപേക്ഷിച്ച് പോയ ആൾ എന്ന ടെൻഷൻ എനിക്കുണ്ടായിരുന്നില്ല. കാരണം ആളോട് എനിക്ക് അത്രയും ഇഷ്ടമുണ്ടായിരുന്നു. ഫോട്ടോ ചോദിച്ചപ്പോൾ കാണിച്ചു തന്നത് അവരുടെ ഇപ്പോഴത്തെ ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോയാണ്. പിന്നെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല. അവരോട് എനിക്ക് ദേഷ്യമുണ്ടായിരുന്നില്ല. സുധിച്ചേട്ടനെ എനിക്ക് ആദ്യം കിട്ടിയില്ലല്ലോ എന്ന തോന്നലുണ്ടായിരുന്നു. അവരെ പറ്റി പറയുന്നത് സുധിച്ചേട്ടന് ഇഷ്ടമായിരുന്നില്ല. അവരുടെ പേര് പറയുന്നില്ല, കാരണം അവർ മരിച്ചു പോയല്ലോ. കിച്ചുവിന് 16 വയസ്സുള്ളപ്പോഴാണ് മരിച്ചത്. അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. കിച്ചുവിന് 1.5 വയസ്സുള്ളപ്പോൾ അവർ വേർപിരിയേണ്ട ഘട്ടത്തിലായിരുന്നു. 3.5 വയസ്സുള്ളപ്പോൾ പൂർണ്ണമായും വേർപിരിഞ്ഞു. അവർ മരിച്ചെന്ന് അറിഞ്ഞപ്പോൾ സുധിച്ചേട്ടന്റെ പ്രതികരണം ഓർക്കുന്നുണ്ട്. ഞാനും സുധിച്ചേട്ടനും വണ്ടി ഓടിക്കുന്ന പയ്യനും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാൻ മാളിൽ പോകുകയാണ്. അതുവരെ ഹാപ്പിയായിരുന്ന സുധിച്ചേട്ടൻ വല്ലാതായി. കിച്ചുവിനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് സ്കൂളിലൊക്കെ വന്നിരുന്നു. സുധിച്ചേട്ടൻ മാറി നിൽക്കും. അവർ ഭർത്താവും ഭാര്യയും വന്ന് കൊച്ചിന് സമ്മാനം കൊടുത്തു പോകും, സിനിമയിലെ പോലെ. വലുതായ ശേഷം കിച്ചു കണ്ടിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് അറിയില്ല. ഞാൻ വന്ന ശേഷം പിന്നെ കണ്ടിട്ടേയില്ല. എന്തിനാണ് ആത്മഹത്യ ചെയ്തെന്ന് അന്വേഷിച്ചിട്ടില്ല. ലോക്ക്ഡൗൺ സമയത്തായിരുന്നു അത്. ആ സമയത്ത് ജോലിയില്ലാതെ കുറെ ബുദ്ധിമുട്ടിയിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ട്. അതായിരിക്കണം. ഒരുപാട് പേർ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു. ഡാൻസർ ആയിരുന്നു അവർ. ആ സമയത്ത് കുറെ കലാകാരന്മാർ ആത്മഹത്യ ചെയ്തിരുന്നുവല്ലോ. അങ്ങനെ എന്തെങ്കിലും ആവാം.